Good morning. Good morning, ma'am. Morning, ma'am. Good morning. കേട്ടോ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമ്മള് OPD പ്രോസസ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ. ക്ലിയർ ആണോ എല്ലാവർക്കും? കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് ഇട്ടതിലെ 4ാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് വന്നതിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? ആ ആണല്ലേ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. OPD പ്രോസസ് ആയിരുന്നോ ക്വസ്റ്റ്യൻ? അതെ അതെ. ഞാൻ നോക്കട്ടെ കേട്ടോ, ചിലപ്പോ മിസ്റ്റേക്ക് ഉണ്ടാവും. നോക്കിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും വായിച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? OPD പ്രോസസ് വരെയുള്ള കാര്യങ്ങള് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ് പറയുന്നത് കേട്ടോ. OPDയുടെ മാനേജ്മെന്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. ഫസ്റ്റ് വൺ ഈസ് ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ അവരുടെ ഒരു ക്രമങ്ങൾ, ആ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. സ്മൂത്ത് ആയിട്ടായിരിക്കണം അവിടുത്തെ സ്റ്റാഫുകൾ നടത്തിക്കൊണ്ട് പോവേണ്ടത്. അതുകൂടാതെ പേഷ്യന്റിനെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റ് ഫയൽ എടുത്തു കൊടുക്കുകയും അതുപോലെ തന്നെ കൺസൾട്ടേഷനിലേക്ക് രോഗിയെ നയിക്കുകയും ചെയ്യേണ്ടതാണ് OPDയുടെ ധർമ്മത്തിൽ വരുന്നതാണ്, മാനേജ്മെന്റ് സ്ട്രക്ചർ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ വരുന്ന രോഗികൾ എന്ത് ചെയ്യണം? സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഫ്ലോ നടപ്പിലാക്കേണ്ടത് OPD ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് പ്രൊഫഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ജീവനക്കാര് OPDയിൽ വേണം. ഓക്കെ, ഓരോ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ട് ഓരോരോ ആളുകള് നിർബന്ധമായും OPDയിൽ വേണം എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം, ഒരിക്കലും കുറവ് വരാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, തേർഡ് വൺ ഈസ് പാർക്കിംഗ്. ഓക്കെ, അതായത് പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് വേണം? പാർക്കിംഗ് സംവിധാനം വേണം അല്ലെ. ഓരോരുത്തർ രോഗികൾ എന്ന് പറയുന്നത് അവര് വാഹനങ്ങളിലായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എവിടെ ഉണ്ടായിരിക്കണം? ഈ ഒരു OPDയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? മാനേജ്മെന്റ് സ്ട്രക്ചറിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു, പേഷ്യന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്, ഒരു ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്, ഈ ഒരു വേയിലായിരിക്കണം നടക്കേണ്ടത്. രണ്ടാമത്തേത് ആവശ്യത്തിനുള്ള, അതായത് സഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. മൂന്നാമത്തേത് പാർക്കിംഗ് വേണം. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. അതായത് OPDയിലെ സംഘടനാ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് സ്റ്റാഫുകളുടെ കാര്യമാണ് അവിടെ വരുന്നത് കേട്ടോ. ആദ്യത്തെ നിങ്ങൾ നോക്കിയേ, മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെൻട്രൽ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് മെഡിക്കൽ സ്റ്റാഫ് ആണ് കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആരെന്ന് ചോദിച്ചാല് മെഡിക്കൽ സ്റ്റാഫ് ആണ്. രണ്ടാമത്തത് നഴ്സിംഗ് സ്റ്റാഫ് ആണ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നഴ്സ് ആൻഡ് ANMS. അതായത് നഴ്സസിനും അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ANMS. ആർക്കെങ്കിലും അറിയാം എന്താണ് ANMS എന്ന് പറഞ്ഞാല്? ANMS ഫുൾ ഫോം അറിയാമോ? ANMS എന്താ? ഒന്ന് കമന്റ് ചെയ്തേ, എന്താ ANMS? കേട്ടിട്ടുണ്ടോ? ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി എന്നാണ് ANMS ഫുൾ ഫോം വരിക കേട്ടോ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്കെ, അതായത് സഹായ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നഴ്സുമാരെയൊക്കെ സഹായിക്കുന്ന, ഇപ്പോ എന്താ പറയാ, ഡെലിവറി കേസിലൊക്കെ കൂടുതലും നഴ്സുമാരെയൊക്കെ സഹായിക്കുന്ന കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ANMS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് നഴ്സ് ആൻഡ് ANMSൽ വരുന്നതാണ്. നഴ്സുമാരും അതുപോലെ തന്നെ ANMS മീൻസ് ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി.
midwifery, MIDWIFERY, midwifery. Okay. Next one, subservient staff ആണ് കേട്ടോ. subservient staff അതിനകത്ത് വരുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവര്, ലബോറട്ടറി, അതുപോലെ തന്നെ ECG ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്? സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഇപ്പൊ റിസപ്ഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പ്രധാനമായും OPDയിലെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് എത്രയാണ്? ഒന്ന് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടു ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ സെന്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ നഴ്സുമാരെയും അതുപോലെ തന്നെ ANMസിനെയും കൂടിയാണ് നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സബ്സർവിയന്റ് സ്റ്റാഫ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും ലബോറട്ടറിയിലും ECGയിലൊക്കെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന സ്റ്റാഫുകളെ ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് സ്ട്രക്ചറും ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPDയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം സെറ്റ് OPD ആണ് ട്ടോ. അതായത് OPD ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ OPDക്ക് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ പ്രോബ്ലംസ് ആണ് കേട്ടോ. A എന്നും B എന്നും രണ്ടായിട്ട് പ്രോബ്ലംസിനെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് Aയില് പറയുന്നത് ജനറൽ പ്രോബ്ലംസ് ആണ്. ജനറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് നമ്മൾ അവിടെ ചില പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 8 ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 8 പ്രോബ്ലംസ് ആണ് ജനറലില് വരുന്നത്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, insufficient number of doctors. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to the insufficient number of doctors to serve as compared to the number of patients who arrive at the clinic. അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്, അതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗികള് എന്താ പറയാ, ധാരാളം രോഗികള് ഡോക്ടർമാരുടെ റൂമിന് മുമ്പില് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് അവിടെ മതിയായ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് രോഗികളെ ഇവിടെ കാത്തു നിൽക്കുന്നത്, ഡോക്ടർമാരുടെ റൂമിലെ ഫ്രണ്ടില് കാത്തു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അവിടെ വരുന്ന, ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഏതൊരു ഹോസ്പിറ്റലും നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവിടെ വരുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിന് വളരെ എണ്ണക്കുറവ് മാത്രമാണ് ഡോക്ടർമാര് ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് പേഷ്യന്റും ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 100 രോഗികള് ഒരു ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ കേവലം ഒരു 5 ഡോക്ടർമാര് മാത്രമാണ് അവിടെ അവൈലബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു 3 ഡോക്ടർമാര്. അപ്പൊ പേഷ്യന്റിന്റെ എണ്ണത്തെക്കാളും വളരെ കുറവാണെന്ത് ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത് OPDയിലെ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ആയിട്ട് നമുക്ക് യൂഷ്വൽ ആയിട്ട് നോർമൽ ആയിട്ട് കാണാൻ പറ്റുന്ന പ്രോബ്ലംസിൽ ഒന്നാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്, അവിടെ വരുന്ന രോഗികളെക്കാളും വളരെ കുറവാണെന്ത് ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. സെക്കൻഡ് പോയിന്റ്, inappropriate appointment system. Appointment patient has no priority over non-appointment patient. This creates congestion in the clinic during the beginning of the day. Okay.
അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ പറയുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റിനേക്കാൾ, അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനേക്കാളും പ്രയോറിറ്റി ലഭിക്കുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് നിങ്ങളിപ്പോ നാളെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കുക. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്യും അല്ലെ? അതായത് നിങ്ങളുടെ ഫയൽ നമ്പറും അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങളുടെ ബുക്കിംഗ് നമ്പർ ഇതാണ്, നാളെ രാവിലെ ഈ ഒരു 11 മണിയാവുന്ന സമയത്ത് നിങ്ങൾ വന്നോളൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമ്മള് 11 മണി കറക്റ്റ് ആകുമ്പോൾ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ 11 മണി നേരത്താണ് നമ്മുടെ ഫയൽ എടുത്ത് അവിടെ വെക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് ധാരാളം പേഷ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ വന്ന് ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ആർക്കാണ് മുൻഗണന ലഭിക്കുക? ഫയൽ എടുത്ത് വെച്ചവർക്കാണ് മുൻഗണന ലഭിക്കുക. അപ്പോയിന്റ്മെന്റ് ലഭിച്ചവര്, അപ്പോയിന്റ്മെന്റ് എടുത്തവര്, അവർക്ക് ശേഷം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോ എന്താണ്, നമ്മൾ ഒ പി ഡിയിൽ ഏത് സമയത്താണ് നമ്മൾ ഫയൽ എടുക്കാനായിട്ട് പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രയോറിറ്റി ലഭിക്കുന്നത്. ഒരിക്കലും നമ്മൾ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റിന് ഒരിക്കലും മുൻഗണന ലഭിക്കില്ല അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനേക്കാളും. ഇതെന്താണ്, ഒ പിയില് തിരക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. നമ്മൾ എന്താണ്, നമ്മൾ അവിടെ ചെല്ലുന്നു, നേരിട്ട് ഒ പി ചെല്ലുന്നു, ചീട്ടെടുക്കുന്നു, ഡോക്ടറെ കാണിക്കുന്നു. ഈ ഒരു പ്രൊസീജിയർ ആണ് അവിടെ കാണുന്നത് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സാധാരണ 8 മണിക്കാണ് അല്ലെ ഒ പി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഈ 8 മണിക്ക് മുമ്പ്, അതായത് 8 മണിക്ക് നമുക്ക് ആദ്യത്തെ ഒരു ചീട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 മണിക്ക് മുമ്പേ തന്നെ നമ്മൾ അവിടെ ചെന്ന് നിന്നാലാണ് നമുക്ക് ആദ്യം ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചില ആളുകളെ കാണുന്നതിന്, ചില ഡോക്ടേഴ്സിനെ കാണുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു 25 ടോക്കൺ അല്ലെങ്കിൽ ഒരു 30 ടോക്കൺ മാത്രമാണ് അവര് പേഷ്യൻസിനെ അവിടെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നേരത്തെ ചെന്ന് ചീട്ടെടുത്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഡോക്ടറെ കാണാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പോ എന്താ പറയാ, 9:30-10 മണിയാവും ഡോക്ടർ വരുന്നതെങ്കിലും നമ്മൾ എന്താണ്, ഏർലി മോർണിംഗ് 6 മണിക്ക് തന്നെ എന്താണ് അവിടെ ചെന്ന് ക്യൂയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു അഭാവം കൊണ്ട് രോഗികള് ഏർലി മോർണിംഗ് തന്നെ, രാവിലെ തന്നെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്ന് എന്താണ് ഭയങ്കരമായിട്ടൊരു തിരക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, ആളുകളുടെ ഒരു ക്രൗഡ് എന്താണ് സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ഇപ്പൊ മനസ്സിലായോ? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആണോ 2 പോയിന്റ്? ഓക്കെ, ഇതൊക്കെ ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തേത് long waiting time at a medicine room. After patient receive the prescription from the clinic counter, patients are directed to medicine room to remit the fee and receive the medicine. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താ പറയാ, ഡോക്ടർമാരെ കാണാനും അതുപോലെ തന്നെ ചീട്ട് എടുക്കാനും വേണ്ടി മാത്രമല്ല നമുക്ക് ക്യൂ അവിടെ കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ പോയിന്റില് മെഡിസിൻ റൂമിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറെ നേരം എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങൾ തന്നെ അറിയാം, നിങ്ങളിപ്പോ ധാരാളം എന്താ പറയാ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ, ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ധാരാളം നേരം നമ്മൾ രാവിലെ ക്യൂ നിന്നിട്ടായിരിക്കും നമുക്ക് ചീട്ട് കിട്ടുക അല്ലെ? അതിനുശേഷം ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും കുറെ നേരം. അതും കഴിഞ്ഞ് ഡോക്ടർക്ക് നമ്മൾ ചീട്ട് തരും, പ്രിസ്ക്രിപ്ഷൻ തന്നതിന് ശേഷം നമ്മൾ വീണ്ടും കുറെ നേരം അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരും ഫാർമസിയിൽ അല്ലെ? നമ്മൾക്ക് മെഡിസിൻ കിട്ടാനായിട്ട് നമ്മൾ കുറെ നേരം എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഇത് തന്നെയാണ്. കുറെ നേരം അവർ ടോക്കൺ വിളിക്കുന്നതിനനുസരിച്ച് ആ ഒരു സമയം നമ്മൾ ഫീസ് അടക്കാനും, ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് മരുന്ന് കളക്ട് ചെയ്യാനൊക്കെ എന്താണ് ധാരാളം സമയം പേഷ്യൻസ് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, പ്രോബ്ലംസിൽ വരുന്നതാണ്. നമ്മൾക്ക് യൂഷ്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കും, ചില ഹോസ്പിറ്റലിലെ പേഷ്യൻസ്
അതായത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാറുണ്ട്. അതായത് ഇങ്ങനെ, അതായത് ഈ ഫാർമസിസ്റ്റ് ഒക്കെ മരുന്നൊക്കെ എടുത്തു തരുമ്പോൾ ഉള്ള കാലതാമസം, അതുപോലെ തന്നെ ഫീസ് മേടിക്കാനുള്ള ഒരു കാലതാമസം, ഇതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില പേഷ്യൻസ് ഒച്ചയെടുക്കാറുണ്ട്. പേഷ്യൻസ് നമ്മള് ഹോസ്പിറ്റലിൽ പൊതുവെ കണ്ടുവരാറുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താണ് ഇത്ര നേരം എന്താണ്, അതായത് ഒരു ദിവസമാണ് നമ്മുടെ പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് 1-2 മണിക്കൂറല്ല, ചിലപ്പോ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ദിവസം പോയി എന്ന് തന്നെ പറയാം. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, OPD-യിലെ ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഓക്കെ. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങളുടെ കുറവ്. അതാണ് പറയുന്നത് കേട്ടോ. അത് പല ഹോസ്പിറ്റലിലും പലതരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ ഹോസ്പിറ്റലിലും എന്താ പറയാ, കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് തരുന്നില്ല. അതായത് നമുക്ക് തരുന്നില്ല അവര്. അതായത് എന്തെങ്കിലും എന്താ പറയാ, ഇപ്പോ ടോക്കൺ സിസ്റ്റത്തിന്റെ അഭാവം ഉണ്ടായിരിക്കാം. ചില ഹോസ്പിറ്റലിൽ നമ്മൾ കാണാറുണ്ട് ടോക്കൺ സിസ്റ്റം ഇല്ലാതിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല രീതിയിലുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റം ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, സൗകര്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലില് ഉള്ള സൗകര്യങ്ങളുടെ ഷോർട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെസിലിറ്റീസിന്റെ ഷോർട്ടേജ് എന്ന് പറയുന്നത് ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഓക്കെ. And fifth point is insufficient training of medical personnel concerning ambulatory care. Okay. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് എന്നാ പറയുന്നത്. ആരുടെ, മെഡിക്കൽ പേഴ്സണലിന്റെ. ആംബുലേറ്ററി കെയർ മീൻസ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ, അതായത് ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് മതിയായ ട്രെയിനിങ്ങിന്റെ അഭാവം. ഓക്കെ. അപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് തരും. ട്രെയിനിങ് പീരീഡിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും നമ്മുടെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ട്രെയിനിങ് നമുക്ക് 3 മാസം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാം, നമ്മൾക്ക് കാര്യങ്ങളെ കുറിച്ച് ശരിയായ ധാരണ ഉണ്ടാവില്ല. എന്താണ് അവിടെ ചെയ്യേണ്ടത്, പേഷ്യൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, തുടർന്ന് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടണം അല്ലെ. അപ്പൊ ഈ ട്രെയിനിങ് ഇല്ലാത്തതിന്റെ കുറവ് എന്ത് ചെയ്യുന്നുണ്ട്, OPD-യില് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അതായത് സ്റ്റാഫുകൾക്ക് മതിയായ രീതിയിൽ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അതാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സിക്സ്ത് വൺ ഈസ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of their demands. ആറാമത്തെ പോയിന്റില് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ ആണ് പറയുന്നത്. അതായത് പരിചരണത്തിലുള്ള കുറവ്, രോഗികളെ നല്ല രീതിയിൽ പരിചരിക്കാനായിട്ട് കെയർ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ, രോഗികളോട്, വരുന്ന പേഷ്യൻസിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്, പേഷ്യന്റിന്റെ ഡിമാൻഡ്സ് എന്താണ്, അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് അത് എന്താ പറയാ, അത് അവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും കാര്യങ്ങള് ഈ സ്റ്റാഫുകളോട് പറയുകയാണെങ്കിൽ അത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയാണത് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. ഓക്കെ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പരിചരണത്തിന്റെ കുറവ്, അതായത് അവിടെ വരുന്ന രോഗികളെ നന്നായിട്ട് കെയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ അവിടെ വരുന്ന രോഗികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ്സ്, അവർ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക, അതിനുള്ള പരിഹാരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ എന്താണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഇനി സെവൻത് വൺ, an organizational structure geared to traditional preference and needs of the providers. ഓക്കെ. ഇതിനകത്ത് പറയുന്നത്, അതായത് നമ്മള് ചിലത് കണ്ടിട്ടുണ്ട്. അതായത് ചില ഹോസ്പിറ്റലുകള് ഇപ്പോഴും ട്രഡീഷണൽ രീതിയിൽ പിന്തുടരുന്ന, അല്ലെങ്കിൽ ആ ട്രഡീഷണൽ രീതികള് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും ടോക്കൺ സിസ്റ്റം, അതായത് ഡിസ്പ്ലേ ടോക്കൺ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. പരമ്പരാഗതമായ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ് ഇപ്പോഴും അവർ പിന്തുടർന്ന് പോകുന്നത് പ്രസന്റ്ലി. ഓക്കെ, പിന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. അവര് നേരെ എന്താ ചെയ്യുക, അവര് നമുക്കൊരു സ്ലിപ്പ് തരും അല്ലെ, അതിനകത്ത് നമ്മുടെ OP നമ്പർ ഉണ്ടാകും, ഫയൽ നമ്പർ ഉണ്ടാവും. ആ ഫയൽ നമ്പർ കൊണ്ട് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫയൽ എടുത്ത് നമ്മുടെ ഡോക്ടറെ കാണിക്കുന്നത്. കമ്പ്യൂട്ടർ ഒന്നുമില്ല. ഓക്കെ, ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫയൽ നമ്പർ മിസ്സായി പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും പുതിയൊരു ഷീറ്റ് അല്ലെങ്കിൽ പുതിയൊരു ഫയല് എടുത്ത് നമ്മൾ കാണിക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. മൊബൈൽ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, നമ്മുടെ ഫയൽ നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ വരും. നമുക്ക് എന്താണ്, നമ്മുടെ കയ്യില് ആ ഒരു സ്ലിപ്പ് ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യകതയെ അവിടെ വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില ഹോസ്പിറ്റലുണ്ട് ഇപ്പോഴും കമ്പ്യൂട്ടർ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ പരമ്പരാഗത രീതിയിൽ പിന്തുടർന്ന് വരുന്ന ചില ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു ജനറൽ പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. അതായത് മോഡേൺ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണിത്, ഒരു മേജർ ആയിട്ടുള്ള ജനറൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. എട്ടാമത്തേത്, 8th one, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് മാറ്റത്തിനുള്ള പ്രതിരോധം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയുള്ള അതായത് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെയുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഇതിന്, അതായത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങള് യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരു അതോറിറ്റിയാണ്. ഓക്കെ, അവിടെ ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫയലും കാര്യങ്ങളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് അവിടെ OPD പ്രവർത്തിക്കുന്നതിൽ അങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ അവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു ഹയർ അതോറിറ്റി നമുക്ക് പറയില്ലേ, അതായത് ഇപ്പോഴും ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതി പിന്തുടരുന്ന ചില ആളുകൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യും, എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ചെറുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, OPDയുടെ ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ? ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, പോയിന്റ് വൈസ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്, രോഗികളുടെ എണ്ണത്തിനേക്കാളും കുറവാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റുകൾ, അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനേക്കാളും പ്രയോറിറ്റി ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്ത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് ഒന്ന് കണക്ട് ചെയ്ത് വന്നാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. മൂന്നാമത്തേത് മെഡിസിൻ റൂമിൽ നമ്മൾ നീണ്ട നേരം എന്ത് ചെയ്യുന്നുണ്ട്, കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. നാലാമത്തേത് സൗകര്യങ്ങൾക്കുള്ള കുറവ്. 5, ശരിയായ, അതായത് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ശരിയായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തൊരവസ്ഥ. 6, പരിചരണത്തിലുള്ള കുറവ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലും അവരുടെ ഡിമാൻഡ്സിലും എന്താ പറയാ, നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അത് കേൾക്കാതിരിക്കുക. ഇനി 7ാമത്തേത് ട്രഡീഷണൽ പ്രിഫറൻസ് പിന്തുടരുന്ന ഹോസ്പിറ്റലുകൾ എന്താണ്, ഇപ്പോഴും ആ ഒരു പ്രോബ്ലം ആയിട്ടാണ് നിലനിൽക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച്. അതായത് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതൊരു പ്രോബ്ലമില് വരുന്നതാണ്. ഓക്കെ, ദെൻ ബി സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് കേട്ടോ. അതായത് OPDക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജനറൽ പ്രോബ്ലംസ് നമ്മൾ പൊതുവായിട്ട് കാണുന്നതാണ്. രണ്ടാമത്തത് പ്രത്യേകമായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അത് എല്ലായിടത്തും നമ്മൾ അങ്ങനെ കണ്ടെന്ന് വരില്ല. ചില കേസുകളിൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു വരുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്. First ones, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. നമുക്കറിയാം, രോഗികൾ, അതായത് ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്ന ഹെൽപ്പിംഗ് സ്റ്റാഫുകളുണ്ട്, സഹായ ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ. നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർമാർ, അതായത് നമ്മളെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോ ഒന്ന് നോട്ട് ചെയ്യുന്നത് കാണാം. നമ്മുടെ എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചായിരിക്കും ഡോക്ടർ പറയുന്നത്.
വലിയ വലിയ ഹോസ്പിറ്റൽ അങ്ങനെയാണ്, കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ, അതായത് സഹായ ഉദ്യോഗസ്ഥര് ഇതെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ ഇവര് പെട്ടെന്ന്, അതായത് ഡോക്ടർമാർ ഇങ്ങനെ പറയുമ്പോൾ വേഗത്തിലായിരിക്കും, ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എഴുതിയെടുക്കും. ഇങ്ങനെ പെട്ടെന്ന് തിടക്കത്തില്, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതിയെടുക്കുമ്പോൾ ആ ഡോക്യുമെന്റേഷൻ എന്തെങ്കിലും കറക്ഷൻ വരാം. ചിലപ്പോ രോഗിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പനിയായിട്ടായിരിക്കും വന്നിരിക്കുന്നത്, ഇവർ എഴുതുന്നത് ചിലപ്പോൾ ചുമന്നായിരിക്കും എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എറർ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥര്, ഹെൽപ്പിംഗ് സ്റ്റാഫുകള് അവരുടെ തിടുക്കത്തിലുള്ള ആ ഒരു ആക്ഷൻ കൊണ്ട് ചിലപ്പോൾ എന്ത് പറ്റാം, ഡോക്യുമെന്റേഷനില് എറർ സംഭവിക്കാം. ഓക്കെ, രണ്ടാമത്തേത് ഓക്സിലറി സ്റ്റാഫ് സംടൈം മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യന്റ്. നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്ന കഴിയുമ്പോൾ ഡോക്ടർമാരെക്കാളും ഡിമാൻഡാണ് അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക്, അവരുടെ സഹായിയായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ. ഭയങ്കരമായിട്ട് എന്താണ് ഷോ ഒക്കെ കാണിക്കും അല്ലെ നമ്മളോട്, ഭയങ്കര ജാടി ഇടും ചില ആളുകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ചില ആളുകൾ അങ്ങനെയാണ്. അതായത് അവര് പേഷ്യൻസിനോട് മിസ്ബിഹേവ് ചെയ്യുന്നു, നല്ല എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല അവിടെ ഉണ്ടാവുക, മോശമായിട്ട് എന്ത് ചെയ്യുന്നു, അവരോട് പെരുമാറുന്നു. ഡോക്ടറുടെ കാര്യമല്ല കേട്ടോ പറയുന്നേ, ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ഹെൽപ്പിംഗ് സ്റ്റാഫുകള് പേഷ്യൻസിനോട് മോശമായിട്ട് പെരുമാറാറുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഒരു സ്പെസിഫിക് പ്രോബ്ലമില് വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തേത് ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്, creating a long queue of patients even before the arrival of doctors. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകളില് എന്താണ്, നീണ്ട ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ്, നീണ്ട ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ്, ധാരാളം പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ക്യൂ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണത്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് മൂലം. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാത്തുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ആ ഒരു സമയത്ത് നമ്മൾ വന്നാൽ മതി അല്ലെ. പക്ഷെ അതില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് രോഗികൾ എന്ത് ചെയ്യുന്നു, ഏർലി മോർണിംഗ് തന്നെ വന്നവിടെ ക്യൂ നിൽക്കുന്നു. ഓക്കെ, നാലാമത്തേത് ഫോർത്ത് പോയിന്റ്, ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് കേട്ടോ, തടസ്സം നേരിടുക. അതായത് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്, ഇപ്പൊ നമ്മളെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പോൾ അവര് ശരിയായിട്ട് ഉള്ള രീതിയിൽ കേൾക്കണം എന്നില്ല, വേറെ രീതിയിലായിരിക്കും അവർ കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അവരെന്താണ് അവിടെ എഴുതി വെക്കുന്നത് പ്രോപ്പർ കറക്റ്റ് ആകണം എന്നില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എക്സ്റേ ആയിരിക്കും എടുക്കേണ്ട ഒരു ആവശ്യം വരിക, പക്ഷെ അവർ MRIക്ക് ആയിരിക്കും എഴുതേണ്ടത്. അപ്പോൾ ഡോക്ടർമാരുടെ ചില എന്താ പറയുക, ചില നേരത്ത് അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു മനുഷ്യരാണല്ലോ, ചില നേരത്ത് എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ഒരു ഇത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താ പറയാ, ശരിയായ രീതിയിൽ എന്താ പറയാ ഫയലിൽ എഴുതുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പുറത്ത് നമുക്ക് എക്സ്റേയോ MRI ഒക്കെ നമുക്ക് തരുമ്പോൾ അതെന്താണ്, ഇപ്പൊ അത് അങ്ങോട്ടും എന്താണ് മാറിപ്പോവുക, അങ്ങനെയുള്ള രീതിയൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഫിഫ്ത്ത് വൺ ലാക്ക് ഓഫ് പ്രൈവസി ആണ് കേട്ടോ, പ്രൈവസിയിലുള്ള അഭാവം. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ്, ഞാനിപ്പോ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ പുറത്ത് എന്താണ് ധാരാളം പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അപ്പൊ ഡോക്ടറുടെ റൂം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് മറ്റുള്ള പേഷ്യൻസിന് കേൾക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇതാണ് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്നത്. ഒന്ന് എന്താണ്, പേഷ്യൻസുമായിട്ട് അതായത് ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പേഷ്യൻസ് നമ്മുടെ കണ്ടീഷൻസ് കേൾക്കാനായിട്ട് ഇടവരിക. അതുപോലെ തന്നെ ഇപ്പോ എക്സ്റേ എടുക്കുന്ന റൂം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന റൂമുകൾ, അങ്ങനെയുള്ള റൂംസ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുക. അതുകൂടാതെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്
ഓവറായിട്ട് പേഷ്യൻസിന്റെ കാര്യത്തിൽ ഇന്ററാക്ഷൻ നടത്തുക. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേരും അവരുടെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസും മാത്രം അറിഞ്ഞാൽ മതി അല്ലെ. ചില സ്റ്റാഫുകളുണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, പേഷ്യൻസിനോട് ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കും. എവിടുന്നാണ് പ്രശ്നം, നിങ്ങളുടെ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഇത് ഉണ്ടാവാനുള്ള കാരണം, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അറിയാം, അവരുടെ പേരറിയാം, അത് മാത്രം നമ്മൾ അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോ ഇതൊക്കെ എന്താണ് പ്രൈവസിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്നത് നമ്മൾ ഒന്ന് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള രോഗികൾ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടവരിക. 2, ഇഞ്ചക്ഷൻ റൂം അതുപോലെ എക്സ്റേ എടുക്കുന്ന റൂം ഇതൊക്കെ എന്താണ് ഓപ്പൺ ആയി കിടക്കുക. അതായത് നമ്മളവിടെ കിടക്കുകയാണ് അല്ലെ, നമ്മുടെ ശരീരം എന്താണ് മറ്റുള്ളവർ ചിലപ്പോൾ കാണാനായിട്ട് ഇടവരും. അപ്പോ അതൊക്കെ എന്താണ് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തേത് എന്താ പറയാ, ഞാൻ പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പേഷ്യന്റിനോട് കൂടുതലായിട്ട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ആൻഡ് 6th one, illegible handwriting of the doctors. ഇത് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾക്ക് ആർക്കെങ്കിലും ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് അറിയാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, അറിയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? വായിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അവരുടെ ഒരു പ്രത്യേക തരം ഹാൻഡ് റൈറ്റിംഗ് ആണ് അല്ലെ. അതിനെയാണ് ഇവിടെ ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് അവരെഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രത്യേകിച്ച് എന്താണ് ഫാർമസി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ ജോലിക്ക് കയറുന്നവർക്കാണ് എന്ത് പറ്റുന്നത്, അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതെന്ത് തന്നെയാണ് സ്പെസിഫിക് പ്രോബ്ലമില് വരുന്നതാണ് കേട്ടോ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കാം. ഓക്കെ. ഇപ്പൊ ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഷുഗർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, അദ്ദേഹം ധാരാളം മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. പ്രഷറും ഉണ്ടായിരിക്കും അല്ലെ. ഇതിനൊക്കെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പേഷ്യന്റ് തന്നെ പല മരുന്നുകൾ കഴിക്കുന്നത് പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ട്. ഇത് OPD സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലമിൽ വരുന്നതാണ് കേട്ടോ. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 8th one, queues are not properly maintained. അതായത് ക്യൂകള് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ, അവിടെ നമുക്ക് സൂപ്പർവിഷൻ അല്ലെങ്കിൽ നമ്മളെ മേൽനോട്ടം വഹിക്കാൻ ഒരാളില്ലെങ്കിൽ എന്താണ് ക്യൂകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവോ? ഒരിക്കലും ഇല്ല അല്ലെ. ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇടക്കിട്ടൊക്കെ വന്ന് കയറി നിൽക്കും. ചില ആളുകൾ ഒച്ചപ്പാടെടുക്കും. പക്ഷെ എന്നാലും എന്താണ് അവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, പോവില്ല. അപ്പൊ ക്യൂകള് നേരാവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്ത ചില ഇത് വരുന്നുണ്ട്. അത് സ്പെസിഫിക് പ്രോബ്ലമില് വരുന്നതാണ്. ഓക്കെ. 9th one, prescribed medicines are not always available at pharmacy. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്ന മരുന്നുകള് ഫാർമസിയില് ഉണ്ടാവാതിരിക്കുക. ഓക്കെ. നമ്മൾക്കിപ്പോ ഡോക്ടർ നമ്മൾ ഭയങ്കര ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തരുമ്പോ എന്താണ് നമുക്ക് ഏകദേശം നമ്മൾ ഇനി വീട്ടിൽ പോകാറായി എന്നുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് കുറെ നേരം എന്ത് ചെയ്യും, ക്യൂയിൽ ചെന്ന് നിൽക്കും. ക്യൂയിൽ ചെന്ന് കുറെ നേരം നമ്മളൊരു 1 മണിക്കൂറൊക്കെ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫാർമസിസ്റ്റിന്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ചീട്ട് അവർക്ക് കൊടുത്തു. ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ മരുന്ന് അവിടെ അവൈലബിൾ അല്ല. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വരും അല്ലെ. ഇത്രയും നേരം നമ്മൾ എന്തിനാണ് നിന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോ എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഫാർമസിയിൽ ഉണ്ടാവാതിരിക്കുന്നത് എന്തിൽ വരുന്നതാണ്, സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. 10th one, use of trade name of medicines by the doctors create confusion to patients when different named medicines of same genera is supplied to the patients. അതിനകത്ത് ഇവിടെ പറയുന്നത് അതായത് സെയിം ജനറയിലുള്ള ഒരേ ജനുസിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ
ഡോക്ടർമാർ മരുന്നുകളുടെ വ്യാപാര നാമം ട്രേഡ് നെയിമാണ് ഉപയോഗിക്കുന്നത്. ഇത് രോഗികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം കേട്ടോ. അപ്പൊ പറഞ്ഞു തന്നത് ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഒരേ ജനസിലുള്ള മീൻസ് സെയിം ജനറയിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ ഡോക്ടർമാർ മരുന്നുകളുടെ ട്രേഡ് നെയിമാണ് ഉപയോഗിക്കുന്നത്. ഇത് രോഗികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അതായത് മരുന്നുകളെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് മെൻഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. മരുന്നുകൾ ജനറിക് മെഡിസിൻ എന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡ് മെഡിസിൻ അഥവാ ട്രേഡ് മെഡിസിൻ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിസിൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നീണ്ട വർഷങ്ങളെടുത്ത് അവരുടെ ഗവേഷണങ്ങൾക്കൊടുവില് ഒരു ഭീമമായ എമൗണ്ട് മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് ഒരു നിശ്ചിത കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത എലമെന്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മരുന്നിൽ ഉണ്ടാവുക. ഓക്കെ, ഒരു കമ്പോണന്റ് ഉണ്ടാവും. ആ മരുന്ന് എന്താണ് ഒരു 10-12 വർഷം 20 വർഷം ഒക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് നിർമ്മിക്കുന്നത്, ഈ മരുന്ന് നിർമ്മിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു രോഗത്തിനായിരിക്കും ഈ മരുന്ന് നിർമ്മിക്കുന്നത്. അങ്ങനെ അവർ നിർമ്മിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നിർമ്മിച്ചു കഴിയുമ്പോൾ ഇവര് പേറ്റന്റ് എടുക്കും. ഇന്ത്യ ഗവൺമെന്റിന് എന്ത് ചെയ്യും, പേറ്റന്റ് എടുക്കും. നമ്മളിപ്പോ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യും, പേറ്റന്റ് എടുക്കും. 20 വർഷത്തേക്കാണ് സാധാരണ പേറ്റന്റ് മരുന്നുകൾക്ക് എടുക്കുന്നത്. ഇങ്ങനെ പേറ്റന്റ് എടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പേറ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് അവർക്ക് വേണ്ടി, അതായത് അവർക്ക് മാത്രമാണ്, അതായത് ഈ മരുന്ന് നിർമ്മിച്ച കമ്പനിക്ക് മാത്രമാണ് അത് നിർമ്മിക്കാനും ഇന്ത്യയില് വിൽക്കാനും സാധിക്കുന്നത്. വേറൊരു മരുന്ന് കമ്പനിക്ക് എന്ത് പറ്റില്ല, അത് നിർമ്മിക്കാനോ അത് ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഇപ്പൊ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇവർക്ക് മാത്രമാണ് അതിന്റെ അതോറിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേറ്റന്റ് എടുക്കുന്നത്? പേറ്റന്റ് എടുക്കുന്നത് അതായത് ഈ കുറെ നാളത്തെ എന്താണ് ഒരു ഗവേഷണം കൊണ്ടാണ് ഇവർ ഈ മരുന്ന് നിർമ്മിച്ചത്. ചിലപ്പോ കോടിക്കണക്കിന് രൂപയാണ് ഇതിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ആ തുക അവർക്ക് എന്ത് ചെയ്യണം, തിരിച്ചു ലഭിക്കണം. ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ത് ചെയ്യണം, തിരിച്ചു ലഭിക്കണം. അപ്പൊ 20 വർഷക്കാലം പേറ്റന്റ് എടുത്തു കഴിഞ്ഞാല് ആളുകൾ എന്ത് ചെയ്യും, ഇവരുടെ മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് ആ തുക അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് കിട്ടും. ചിലപ്പോ എന്താണ് അതിന്റെ ഇരട്ടി തുക ലാഭമായിട്ട് എന്ത് ചെയ്യും, ഈ കമ്പനിക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പേറ്റന്റ് എടുക്കുന്നത്. ഇനി ഈ പേറ്റന്റ് കാലാവധി കഴിഞ്ഞാൽ മീൻസ് 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഇതിന്റെ മേലില് അധികാരം ഉണ്ടായിരിക്കില്ല. അപ്പൊ മറ്റു കമ്പനികൾ എന്ത് ചെയ്യും, അതായത് ഇതേ എലമെന്റ്സ് ഈ കമ്പനി ഉപയോഗിച്ച ആ മരുന്നിന് ഉപയോഗിച്ച അതേ എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പേരുകളിൽ, പലതരത്തിലുള്ള നിറത്തിൽ, പലതരത്തിലുള്ള ഫ്ലേവറുകളിൽ എന്ത് ചെയ്യും, മരുന്ന് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കും. സെയിം കമ്പോണന്റ് എന്ന് പറയുന്നത്, അതായത് ആ മരുന്നിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ആദ്യത്തെ കമ്പനി നിർമ്മിച്ച പദാർത്ഥം തന്നെയാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് തന്നെ പല പേരുകളില് പല ഫ്ലേവറുകളില് എന്ത് ചെയ്യും, ഈ മരുന്നുകൾ അറിയപ്പെടും. അതിനെയാണ് എന്ത് പറയുന്നത്, ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ജനറിക് മെഡിസിൻ, എന്താണ് ട്രേഡ് മെഡിസിൻ എന്ന്? ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊളസ്ട്രോളിന്റെ ഒരു ടാബ്ലറ്റ്, ഓക്കെ, നമുക്കത് സാധാരണ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ പറയാം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്തുണ്ട്, കൊളസ്ട്രോളിന്റെ മരുന്നുണ്ട്. ഓക്കെ, അത് എന്ത് പേരാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ആ ഒരു മരുന്ന് നമുക്ക് എന്താണ് ചീപ്പ് ആയിട്ടുള്ളതിലായിരിക്കും കിട്ടുക. അതായത് 20 വർഷം കഴിഞ്ഞാല് ഇതിന്റെ വില കുറയും കേട്ടോ. ഈ പേറ്റന്റ് കാലാവധി കഴിഞ്ഞാല് ഈ മരുന്നുണ്ടല്ലോ അതിന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ആ ഒരു പേറ്റന്റ് കാലാവധിയിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു മരുന്ന് എന്ത് ചെയ്യുക, ഭയങ്കര വിലയിൽ വിറ്റിരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, ചില മരുന്നുകൾക്ക് കോടികൾക്ക് വിലയുണ്ട്, ലക്ഷങ്ങൾ വിലയുണ്ടെന്നൊക്കെ. അത് ആ ഒരു കമ്പനി പ്രത്യേകമായിട്ട് നിർമ്മിക്കുന്ന മരുന്നായതുകൊണ്ടാണ്. വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉൽപ്പാദിപ്പിക്കാനോ വിതരണം ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഞാനിപ്പോ കൊളസ്ട്രോളിന്റെ മരുന്ന് പറഞ്ഞത് നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കിട്ടും അല്ലെ. അത് എന്താണ്, വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്, വളരെ വില കുറവായിരിക്കും. പക്ഷെ ചില ഡോക്ടർമാർ എന്ത് ചെയ്യും, നമ്മളിപ്പോ
പുറത്തൊക്കെ ഡോക്ടർമാരെ നമ്മൾ വീടുകളിലൊക്കെ പോയി കൺസൾട്ട് ചെയ്യുമല്ലോ, അവർ നമുക്ക് ഇതേ മരുന്ന് കൊളസ്ട്രോളിന്റെ മരുന്ന് തന്നെ നമുക്ക് എഴുതി തരും. പക്ഷേ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മരുന്നായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, അവർ എഴുതി തരുന്നത്. അവര് ആ മരുന്ന് തന്നെ പല പേരുകളിൽ നിന്നുണ്ടാവും അറിയപ്പെടുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്താ പറയാ, അവര് പല ട്രേഡ് നെയിം, അവർക്ക് ഏതാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മരുന്ന് അതാണ് നമുക്ക് എഴുതി തരിക. ഇപ്പൊ കൊളസ്ട്രോളിന്റെ തന്നെ മരുന്ന് റോസുവാസ്റ്റിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, അതാണ് അതിന്റെ ജനറിക് നെയിം കേട്ടോ, റൊസാസ്റ്റിൻ കേട്ടോ. റൊസാസ്റ്റിൻ എന്നാണ് കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ ജനറിക് നെയിം എന്ന് പറയുന്നത്. ഇത് തന്നെ എന്താണ് പല ട്രേഡ് നെയിം, പല കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന പല മരുന്നുകൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റോസ്റ്റിൻ 10, അതെന്താണ് ട്രേഡ് നെയിം ആണ്. അത് വേറൊരു കമ്പനി, റോസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉത്പാദിപ്പിച്ചതാണ്, അതുകൊണ്ട് അതിന് റോസ്റ്റിൻ 10 എന്നറിയപ്പെടുന്നു. ഇനി റോസുവാസ് എന്ന് പറയുന്ന മരുന്ന്, അതും എന്ത് തന്നെയാണ്, കൊളസ്ട്രോൾ തന്നെയാണ്, കൊളസ്ട്രോളിന്റെ മരുന്ന് തന്നെയാണ്. അപ്പോ ഈ 3 പേരും ഇപ്പോ റൊസാസ്റ്റിൻ ആയാലും റോസ്റ്റിൻ ആയാലും റോസുവാസ് ആയാലും എന്താണ് കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. പക്ഷെ പല ട്രേഡ് നെയിമിലാണ് എന്തറിയപ്പെടുക, ഈ മരുന്നുകൾ അറിയപ്പെടുക. അപ്പോ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് എന്താണ് ഒരു പേഷ്യന്റ് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കാരണം എന്താ, റൊസാസ്റ്റിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോളിന്റെ മരുന്ന് തന്നെയാണ്, പക്ഷെ ഡോക്ടർ എഴുതിയിരിക്കുന്നത് റോസ്റ്റിൻ 10 എന്ന് പറയുന്ന മരുന്നാണ്. അത് ഞാൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എന്താണ് എല്ലാത്തിലും എന്താണ് സെയിം കണ്ടന്റ് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്, പക്ഷെ പല ട്രേഡ് നെയിമിൽ പല കമ്പനികളുടെ പേരിൽ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ, ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള അഡ്വൈസ് ലഭിക്കുന്നില്ല. എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര കാലമാണ് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതെന്നുള്ളൊരു അഡ്വൈസ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നമ്മളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ നേരെ എന്താണ് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുന്നു 1 മാസത്തേക്ക് ഇത്ര ഗുളിക അല്ലെങ്കിൽ ഇത്ര നേരം എന്താ പറയാ ഈ ഒരു ഗുളിക ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുകയാണ്. 1 മാസം നമ്മൾ കഴിച്ചു, നമ്മുടെ കൊളസ്ട്രോള് ചെക്ക് ചെയ്തു, വീണ്ടും ചെക്ക് ചെയ്തു, അപ്പൊ അതിനകത്ത് കാര്യമായിട്ട് കുറവുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ വീണ്ടും പോവില്ല അല്ലെ. കാരണം എന്താണ്, വീണ്ടും നമ്മൾ ഡോക്ടറെ കാണണം, അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണം, വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇതും കൊണ്ട് നമ്മൾ പോവില്ല. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല, ശരിയായിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടുന്നില്ല. ഇത് ദീർഘകാലം ലോങ് ടൈം നമ്മളിത് കഴിക്കേണ്ടി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുന്നില്ല. അതും എന്താണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. ഇനി 12th one, sometimes wrong medicines are given by the pharmacist. അതായത് ചില സമയത്ത് തെറ്റായ മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമസിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. മരുന്ന് മാറിപ്പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവാറുണ്ട്, ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെന്ത് തന്നെയാണ്, അതും ഒരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നതാണ്. 13ാമത്തേത് 13th പോയിന്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. അതായത് വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ ചില ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാല് വൃത്തിഹീനമായിരിക്കുള്ളൂ, മര്യാദ ക്ലീൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതും എന്ത് തന്നെയാണ് ഈ ഒരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? സ്പെസിഫിക് പ്രോബ്ലംസ് ഒന്നും കൂടി പറയണ്ടല്ലോ, കുറേ ഉണ്ട്, 13 പോയിന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, മെത്തേഡ്സ് ടു സോൾവ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ആഡിക്കേറ്റ് ഡയറക്ഷണൽ സൈൻ. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോ പല ഡിപ്പാർട്ട്മെന്റുകൾ അറിയായിരിക്കും എവിടെയാണ് ഉണ്ടാവാന്ന്, പക്ഷെ അതിലേക്കുള്ള വഴി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഡയറക്ഷൻ വരേണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് അറിവുണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലുകളിൽ ഡയറക്ഷൻ സൈൻ സ്ഥാപിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ആരോ മാർക്ക് ഉണ്ടാവുമല്ലോ, ഓരോ ഹോസ്പിറ്റലും ഓരോ വിഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, അതിലേക്കുള്ള വഴി എവിടെയാണെന്ന് എന്താണ് കൃത്യമായിട്ട് ആരോ മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ആരോ മാർക്കുകൾ, ആ ഡയറക്ഷണൽ സൈൻസ് ഉണ്ടാവാന്നുള്ളത് പ്രധാനമാണ്. നമ്മളിപ്പോ റിസപ്ഷൻ ഏരിയയിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഈ വശത്താണ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ നേരെ മുകളിലാണ്, അങ്ങനെയുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതെന്ത് വേണം, എവിടെ വേണം, ഈ ഒരു OPD വേണം. അത്
പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ നമുക്ക് അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ആ ഡയറക്ഷൻ സൈൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. ഓക്കെ. Second point, quick computerized registrations and electronic record keeping for quick retrieval. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്താണ്, ചില ഹോസ്പിറ്റലുകളിൽ ഇന്നും എന്ത് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവരെന്താണ് പരമ്പരാഗത രീതിയിൽ ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അതായത് പേഷ്യൻസിന്റെ അടുത്ത് എന്ത് ചെയ്യും, സ്ലിപ്പ് കൊടുത്തിട്ട് ആ നമ്പർ നോക്കിയാണ് ഫയൽ എടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ക്വിക്ക് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കണം നമ്മൾ പേഷ്യൻസിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി അവിടെ തുടർ ചികിത്സയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ രണ്ടാമതൊക്കെ വരുമ്പോൾ അവരുടെ നമ്പറും അല്ലെങ്കിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇതിലേക്ക് ചെന്നിട്ട് കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഫയല് അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് സഹായിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്വിക്കായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. അതായത് ഒന്നിലധികം ഫീ കളക്ഷൻ സോൺ ഉണ്ടാവുക. അതുപോലെ തന്നെ അതായത് നമ്മളിപ്പോ മരുന്നൊക്കെ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ കൗണ്ടറുകൾ എന്ന് പറയുന്നത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഒരു കൗണ്ടറിൽ മാത്രമായിരിക്കും നമ്മൾ ഫീസ് അടക്കുക. ഇതെന്താണ്, കൂടുതൽ തിരക്കായിരിക്കും അവിടെ സൃഷ്ടിക്കുക. രോഗികളുടെ തിരക്ക് കൂടുതലാക്കാനായിട്ട് ഇതെന്താണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുള്ളൂ. പക്ഷെ അതല്ല വേണ്ടത്. ഒരു സ്ഥലത്തായിരിക്കരുത് ഫീ കളക്ഷൻ സോൺ എന്ന് പറയുന്നത്. പല സ്ഥലത്ത് 2-3 സ്ഥലങ്ങളിലായിട്ട് ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ക്യൂ എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കുള്ളൂ, വളരെ ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോ ഒരെണ്ണത്തിന് പകരം, ഒരു കൗണ്ടറിന് പകരം പലതരത്തിലുള്ള കൗണ്ടറുകൾ സ്ഥാപിക്കുക. ഓക്കെ. ഫോർത്ത് വൺ, ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ എണ്ണത്തിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യാം, ഡോക്ടർമാര് വർക്ക് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു 100 പേഷ്യൻസിന് ചിലപ്പോ 3-5 ഡോക്ടർമാരായിരിക്കും ചിലപ്പോ അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ 1000 പേഷ്യൻസിന് ചിലപ്പോ 10 ഡോക്ടർമാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തിരക്ക് സൃഷ്ടിക്കാനായിട്ട് ഇടവരും OPD-യിൽ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അതായത് കൃത്യമായിട്ട് പേഷ്യന്റിന്റെ റേഷ്യോന് പ്രപ്പോർഷൻ, അതായത് ആ ഒരു റേഷ്യോന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം, ഡോക്ടർമാരുടെ എണ്ണവും തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. അതായത് എന്താ പറയാ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വളരെയധികം നമ്മൾ ഹെൽപ്ഫുൾ ആണ് അല്ലെ അതുണ്ടെങ്കിൽ. കാരണം എന്താ, നമ്മളിപ്പോ കുറെ അധികം കാത്തു നിൽക്കണ്ട. നമ്മളിപ്പോ ടോക്കൺ എടുത്തു കഴിഞ്ഞാല് എന്താണ്, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾക്കിപ്പോ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാനായിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ്, നമുക്ക് അവിടെ പോയി ചായ കുടിച്ചിട്ടൊക്കെ എന്താണ് തിരിച്ചു വരാം അല്ലെ. ആ നമ്പർ ആകുമ്പോഴത്തേന് നമ്മുടെ ടോക്കൺ എന്താണോ ആ നമ്പർ ആകുമ്പോഴത്തേന് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ വന്നാൽ മതി. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. നമ്മൾ അധികം നേരം എന്ത് ചെയ്യേണ്ട, അവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. അതുപോലെ തന്നെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഫീ കളക്ഷന് പലതരത്തിലുള്ള കൗണ്ടർ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്, ബ്ലഡ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആയാലും എന്ത് തന്നെയാണ്, ഇപ്പോ സ്കാൻ എടുക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും എന്താണ്, ഒന്നിലധികം ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താണ്, നല്ല കാര്യം തന്നെയാണ്. അത് കൂടുതലും ആളുകൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുത്തില്ല. ഓക്കെ. നെക്സ്റ്റ്, അഡ്വക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് TV, magazine or health education measures, leaflets, posters, magazine. പിന്നെ പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. നിർത്താനായിട്ട് പാടുള്ളതല്ല. അവിടെ ഇരിപ്പിടം, ചെയേഴ്സ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും മടുക്കും അല്ലെ. ആ മടുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, TV ഓൺ ചെയ്യുക. അതുപോലെ പേഷ്യന്റിന് വായിക്കാനുള്ള മാഗസിൻസ് അവിടെ അവൈലബിൾ ആയിരിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ അവൈലബിൾ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ എന്താണ്, കൂടുതലും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ മാഗസീനും അതുപോലെ ലീഫ്ലെറ്റ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ എന്താണ്, പേഷ്യന്റ് വായിക്കുമ്പോൾ കൂടുതൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ അവയർനെസ്സും ലഭിക്കും.
നെക്സ്റ്റ് ഈസ് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ OP നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്താണ് ഈ ജൂനിയർ ഡോക്ടർമാരുടെ OP എന്ന് പറയുന്നത്? നിങ്ങളിപ്പം മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മളെ ആദ്യം നോക്കുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത് ഒരു ജൂനിയർ ഡോക്ടറാണ്. അതിനുശേഷമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മളെ വിടുകയുള്ളൂ, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നട്ടലിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഒരു രോഗി അവിടെ ചെല്ലുന്നതെങ്കിൽ ഓക്കെ, അയാൾക്ക് സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ സ്പൈനൽ സർജറി ചിലപ്പോൾ ആവശ്യം ഉണ്ടാവാം, അല്ലെ? ചിലപ്പോ ഒരു ഓർത്തോനെ കാണാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടാണ് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ഈ ജൂനിയർ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷൻ കൊണ്ട് അയാൾ പറയാണ്, നിങ്ങൾ സർജനെയാണ്, ഓർത്തോ സർജനെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് പറയാണ്. അപ്പോ ചില രോഗികൾക്ക് ഇതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള അവയർനെസ് ഉണ്ടാവില്ല. ഈ ജൂനിയർ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, നമുക്ക് ശരിയായ രീതിയിലുള്ള ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പോ സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടർ ഇതുവരെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? മെത്തേഡ് ഓഫ് സോൾവില് രണ്ടാമത്തെ പോയിന്റ് ഒന്ന്. ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, രോഗിയുടെ അതാത് കാര്യങ്ങൾ, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആ രോഗിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കണം. മാത്രമല്ല രോഗികൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് പ്രോബ്ലംസിന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് മോളെ കണ്ടിട്ടില്ലേ? മോള് കണ്ടിട്ടില്ലേ? ഇപ്പൊ ഡോക്ടർമാരുടെ കൂടെ ചില സ്റ്റാഫുകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നഴ്സുമാരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിൽ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ചില ടൈമില് ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാർ എന്ത് ചെയ്യില്ല, ഫയലില് കാര്യങ്ങൾ, അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എഴുതില്ല. അവരെന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെയാണ്. കൂടെ കുറെ ഡോക്ടേഴ്സ്, ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ടോ മൂന്നോ പേര് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഡോക്ടർമാരിങ്ങനെ പറയുമ്പോൾ ഫാസ്റ്റിൽ ഇങ്ങനെ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനെ, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രോഗി അവിടെ അടുത്തിരിപ്പുണ്ടാവും കേട്ടോ. രോഗിയെ കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഇവരായിരിക്കും എഴുതിയെടുക്കുന്നത്, കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും എഴുതിയെടുക്കുന്നത്. ഫാസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇവർക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ കിട്ടിയെന്നൊക്കെ വരില്ല, ചില കാര്യങ്ങൾ മിസ്സാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രോഗിക്ക് ചിലപ്പോൾ പനിയായിരിക്കും ഉണ്ടായിരിക്കുക, ചിലപ്പോൾ ഇവർ കേട്ടത് ചുമ എന്നായിരിക്കും. അപ്പൊ അവരെന്താ പറയാ, ഡോക്യുമെന്റേഷൻ എന്ത് വരുന്നു, കറക്ഷൻ വരുന്നു, തെറ്റ് വരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേട്ടോ. മാഡം, സ്പെസിഫിക് പ്രോബ്ലംസിനകത്ത് 10ാമത്തെ പറയാമോ? 10ാമത്തെ കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കേട്ടു, പക്ഷെ എന്നാലും ഒരു ഡൗട്ട് ഇച്ചിരി. അതായത് മരുന്നുകൾ 2 തരത്തിലുണ്ട്. ജനറിക് മ്യൂട്ട് ചെയ്യൂ. ജനറിക് മെഡിസിൻ അതുപോലെ ട്രേഡ് മെഡിസിൻ ഉണ്ട്. 2 തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പോ ഒരു വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പാരസെറ്റാമോളിന്റെ മരുന്നാണോ നമ്മൾക്ക് ഇപ്പൊ ഡോക്ടറുടെ വീട്ടിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ എഴുതി തരുന്നത്? ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്കൊരു വെള്ള കളറിൽ ഒരു പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് കിട്ടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വെള്ള കളറിലെ വൈറ്റ് ഒരു സിൽവർ സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള പാരസെറ്റാമോളാണ് കിട്ടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ജനറിക് മെഡിസിൻ. ഓക്കെ, അതിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. മറിച്ച് ഇപ്പൊ നമ്മൾ ഡോളോ മേടിക്കുകയാണ്. ഓക്കെ, അത് എന്തിലാ വരിക? അത് ട്രേഡ് മെഡിസിനാ. ക്ലിയർ ആണോ? അതെ അതെ അതെ.
ഏകദേശം പിടിക്കും. ഇത് ഒരു എന്താ പറയാ കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാത്തിലും പാരസെറ്റാമോൾ എന്ന് പറയുന്ന ആ ഒരു സെയിം കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ മരുന്നുകളൊക്കെ നിർമ്മിക്കുന്നത്. പക്ഷേ എന്താ പറയാ ഇപ്പൊ നമുക്കറിയാലോ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് കുറെ മെഡിക്കൽ റെപ്പുകൾ വരും അല്ലെ, കുറെ റെപ്രസെന്റേറ്റീവ്സ് വരും. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റേറ്റീവ്സ് വരുമ്പോൾ അവരെന്താണ് ഡോക്ടേഴ്സിന് എന്ത് ചെയ്യും, കുറെ മരുന്നുകൾ കൊടുക്കും അല്ലെ. അപ്പൊ ഡോക്ടർമാർ എന്ത് ചെയ്യും, ഇന്ന തരത്തിലുള്ള മരുന്നുകളാണ് എന്ത് ചെയ്യുക, അവർക്ക് കൂടുതലായിട്ട് ഫേവറബിൾ ആവുന്ന കമ്പനികളോട് എന്ത് ചെയ്യും, അവരുടെ മരുന്നുകളായിരിക്കും രോഗികൾക്ക് എഴുതി കൊടുക്കുന്നത്. ഇപ്പൊ പാരസെറ്റാമോളിന്റെ തന്നെ പല രീതിയിലുള്ള മരുന്നുകളുണ്ട്, പല ഫ്ലേവർ അല്ലെങ്കിൽ പല കളറുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്താ പറയാ പാരസെറ്റാമോളിന്റെ ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു സിറപ്പ് ഉണ്ട്. അതിന് പുറമെ എന്താണ് പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ അവർക്ക് അട്രാക്ഷൻ തോന്നാനായിട്ട് പലതരത്തിലുള്ള കളർ ചേർത്തിട്ട്, ഇപ്പൊ ഓറഞ്ച് കളർ ആയിട്ടുള്ളത്, റോസ് കളർ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അവൈലബിൾ അല്ലേ. ഇതൊക്കെ എന്തിന് വരുന്നതാണ്, ട്രേഡ് മെഡിസിൻ. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. താങ്ക് യു മാം. ഓക്കെ. നെക്സ്റ്റ് ഇനി എന്താ സംശയം ചോദിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയി? ഇനി ഡൗട്ട് ഒന്നും ഇല്ല മാഡം? സ്പെസിഫിക് പ്രോബ്ലത്തിന്റെ മുന്നേ മറ്റേതിന്റെ പോയിന്റ്സില് ഫ്രഗ്മെന്റേഷൻ പറഞ്ഞ 6ാമത്തെ പോയിന്റ് ഇല്ലേ, അതെന്താണ് സംഭവം? ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് പറഞ്ഞാല് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാതിരിക്കുക. പരിചരണത്തിന്റെ കുറവാണെന്ത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. രോഗികൾ വരുമ്പോ എന്ത് ചെയ്യില്ല, അവരെ നന്നായിട്ട് പരിചരിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അവരുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ്സ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ കേൾക്കാതിരിക്കുക. ഇതൊക്കെ എന്താണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. അതൊക്കെ ജനറൽ പ്രോബ്ലം തന്നെയല്ലേ. രോഗികൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. ഇപ്പൊ മോളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തെന്ന് വിചാരിക്കുക, രോഗികൾ എന്താണ് പേഷ്യൻസ് ധാരാളമായിട്ട് അവിടെ വരിക ചെയ്യുന്നത് അല്ലെ. വരുമ്പോ എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ മോള് കേൾക്കാതിരുന്നൊക്കെയാണ് എന്താണ് സംഭവിക്കുക, എന്ത് സംഭവിക്കും? പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യില്ലേ ഹയർ അതോറിറ്റിക്ക്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്താണ് ആ OPD അതെന്താണ് ഗുരുതരമായിട്ട് ബാധിക്കില്ലേ? ബാധിക്കും. അതാണ് അവിടെ വരുന്നത് കേട്ടോ. അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ജനറൽ ആണെന്ന് നമ്മൾക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ചില സ്റ്റാഫുകളുടെ മിസ്ബിഹേവിയർ, നന്നായിട്ട് എന്ത് ചെയ്യുക, രോഗികളോട് സംസാരിക്കാതിരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കുക. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഹിയറിംഗ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഐ കോണ്ടാക്ട് ആണ്. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഐ കോണ്ടാക്റ്റിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ. നെക്സ്റ്റ് വേറെ ആർക്കും സംശയം ഇനി ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? പോളിഫാർമസി എന്ന് പറയും മാം. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗത്തിന് തന്നെ പല മരുന്ന്, അതായത് ഒരു രോഗി തന്നെ പല മരുന്നുകൾ കഴിക്കുക, അതാണ് പോളിഫാർമസി. ഇപ്പോ എനിക്കിപ്പോ എന്താണ് പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ എന്താണ് ഇതിനൊക്കെ എന്താണ് ഞാൻ മരുന്ന് കഴിക്കും അല്ലെ. അപ്പൊ ഇതെന്താണ് ഒരു പ്രോബ്ലം ആണ്. ചിലപ്പോ ഫാർമസിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തന്നെ എന്താണ് ഡൗട്ട് ഉണ്ടാവും. പല രോഗങ്ങളുള്ളവർക്ക് എന്താണ് കൂടുതൽ മരുന്ന് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും, അവര് ഒന്ന് മടിയും. കാരണം എന്താ, ഒരു രോഗി തന്നെയല്ലേ ഇത് കഴിക്കുന്നേ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഓക്കെ. താങ്ക് യു മാം. ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? വായിച്ചു നോക്കണം. എക്സാമിന് ഇതിന്ന് വരുന്ന എന്താ പ്രധാനമായിട്ടുള്ള ഇതിന്റെ നോട്ട് തരുമോ? നോട്ട് എന്ന് പറഞ്ഞാൽ അത് തരാം കേട്ടോ. അത് തരാം, നിങ്ങൾക്ക് തരും. അത് ഇതിനകത്ത് ഇപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുക ജനറൽ പ്രോബ്ലംസ് എന്താണെന്ന്. നമ്മളിത് നമുക്ക് എന്താ പറയുക, ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിവുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവണം എന്നില്ല, ചിലതൊക്കെ അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ആരും അറിയാൻ വേണ്ട, അതൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. എല്ലാവരും എന്ത് ചെയ്യാം, ഇന്നെടുത്ത
എടുത്തത് മെത്തേഡ്സ് ടു സോൾവില് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. അതുവരെ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി നോക്കുക കേട്ടോ. വായിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി ഓക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.